ചായപ്പൊടി കൊണ്ട് ചായപ്പൊടി വാങ്ങാം, ചായ കുടിക്കേണ്ടവർക്ക് ചായ കുടിക്കാം. അപ്പൊ ഇവിടുന്ന് നമ്മള് ഗൂഡല്ലൂരിന്ന് ബത്തേരി പോകുന്നവരും ബത്തേരിയിൽ നിന്ന് ഗൂഡല്ലൂർ പോകുന്നവരൊക്കെ വണ്ടി ഇവിടെ നിർത്തും, ചായ കുടിക്കും, ചായപ്പൊടി വാങ്ങും. സുഹൃത്തുക്കളെ, ആരിസാട്ടോ പിന്നെ നമ്മള് ഒപ്പുള്ള വക്കരക്കാണ്. അപ്പൊ ഒരു വില കൂടിയൊരു തരം ചായ വാങ്ങി തരാറ് കൊണ്ടുവന്നാണ്. നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ട് ചായ. എന്ത് ചായ വക്കരക്കത്? ചായ കുടിച്ചോട്ടെ, സൂപ്പർ ചായയാണ്. ആണല്ലേ? നോക്കാം നമുക്ക്. ചായ കുടിച്ചിട്ട് ബാക്കി പറയാം അല്ലേ? സുഹൃത്തുക്കളെ, ബക്കർഖാന്റെ നാട്ടിലേക്ക് ബക്കർഖാനെ കാണാൻ പോയപ്പോഴേ ബക്കർഖാന്റെ വക ഒരു ചായ വാങ്ങി തരാറുണ്ട്. ഒരു കിടിലൻ ചായ കേട്ടോ, വെറൈറ്റി ചായ എന്നൊക്കെ പറഞ്ഞാണ്ട് 2 കിലോമീറ്റർ അങ്ങോട്ട് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകണേ. അപ്പോൾ ഒരു തേയിലൻ്റെ നല്ലൊരു വൈബൊക്കെ ഉള്ളൊരു സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടുപോയി നിർത്തി ചായ വാങ്ങി തരികയാണ്. പറയും പോലെ അല്ല കേട്ടോ, രുചിയുള്ള ചായയാണ്. അതുമല്ല, ഇതിന് 10-50 വെറും 10 റുപ്യുള്ളൂ. വിലയും കുറവാ? വിലയും കുറവാണ്. ഞാൻ വിചാരിച്ചു 10-30 റുപ്യ. ഇല്ലല്ല, ഇതൊക്കെ നിങ്ങൾ സ്റ്റാർ ഓർഡർ പോയി കുടിക്കുകയാണെങ്കിൽ 150 റുപ്യ, 200 റുപ്യ അങ്ങനെ ഉണ്ടല്ലേ. ഇത് വെറും 10 റുപ്യ ഉള്ളൂ. ചായ ചായ അടിപൊളിയാണ്. ചായ ഈ ചായക്കല്ലേ നല്ലൊരു നല്ല വൈബുള്ള ഒരു സ്ഥലം കേട്ടത്. നിങ്ങൾ പോണ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു വന്നാണ്. എന്നാലും ബക്കർഖാന്റെ ഒരു ചായ എന്ന് പറയുമ്പോഴേ അതൊന്ന് കുടിച്ചു കളയാന്ന് വിചാരിച്ചു. രസമുണ്ട്. ചായക്ക് ഒന്നും പറയാല്ല. ആണെങ്കിൽ ആ ബസ്സിൽ ഇരുന്ന് കുടിക്കട്ടോ. പക്ഷെ ആരായാലും അവിടെ ഇരുന്ന് ചായ കുടിക്കാം, വർത്താനം പറയാം. അതൊരു ഓടാത്ത ബസ്സല്ലേ? ഓടില്ല. ആദ്യം ഓടിയിരുന്നു. നമ്മള് പോയിട്ട് എസ്റ്റേറ്റ് അവരെ ഔട്ട്ലെറ്റ് ആണ്, എസ്റ്റേറ്റിന്റെ ഔട്ട്ലെറ്റ് ആണ്. അപ്പൊ അവരെ പരസ്യവും ചായപ്പൊടി കൊണ്ട് ചായപ്പൊടി വാങ്ങാം, ചായ കുടിക്കേണ്ടവർക്ക് ചായ കുടിക്കാം. അപ്പൊ ഇവിടുന്ന് നമ്മള് ഗൂഡല്ലൂരിന്ന് ബത്തേരി പോകുന്നവരും ബത്തേരിയിൽ നിന്ന് ഗൂഡല്ലൂർ പോകുന്നവരൊക്കെ വണ്ടി ഇവിടെ നിർത്തും, ചായ കുടിക്കും, ചായപ്പൊടി വാങ്ങും. ഇനി നിങ്ങൾക്ക് കൂടുതൽ ചായപ്പൊടികൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ 1-2 കിലോ 100 കിലോത്തിന് മേലെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാക്ടറിയിൽ പോയി മാനേജറുമായി സംസാരിച്ച് പൊടി വാങ്ങിക്കാം. ഇതിപ്പോ നല്ല പിന്നെ പാലില് മാത്രമായിട്ട് തിളച്ച ചായ ഉണ്ട് കുറെ നേരം അല്ലേ? ചായപ്പൊടിക്ക് പ്രത്യേകത ഉണ്ട്, നല്ല ചായപ്പൊടിയാണ്. ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം നീലഗിരി ജില്ലയിലെ ഒരു ക്വാളിറ്റി ഉള്ള ഒരു ചായയാണ്. സുഹൃത്തുക്കളെ, ബക്കർക്കിട്ട് അവിടെ ചായ കുടിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഇറങ്ങിയാട്ടോ. അപ്പൊ ഈ ബസ് കണ്ടില്ലേ, ഓടാത്തൊരു ബസ്സാണ്, പക്ഷെ നല്ലൊരു വൈബാ. ഡ്രൈവർ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ തന്നെയുള്ള സീറ്റാണ് തോന്നുന്നത്. ഇതിലിരുന്ന് ചായ ഒക്കെ കുടിച്ചാൽ നല്ല സെറ്റാട്ടോ. അപ്പൊ നല്ല തേയിലന്റെ നടുവിലാണ് ഈ ബസ് ഉള്ളത്. അപ്പൊ ഇത് ബത്തേരിയിൽ നിന്ന് വരുമ്പോഴേ, ബത്തേരിയിൽ നിന്ന് ഗൂഡല്ലൂർ റോഡില് വിതിരിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ തേയിലന്റെ ഉള്ളിലാണ് ഈ ബസ് ഉള്ളത് കണ്ടോ. ഇവിടുന്ന് നമുക്ക് അവിടുന്ന് ചായ വാങ്ങിക്കൊണ്ട് കുടിക്കാം. നല്ല വൈബാണ്. ഓക്കെ. അപ്പൊ സുഹൃത്തുക്കളെ, ഇത് ഗൂഡല്ലൂർ റോഡാട്ടി കാണുന്നത്. ഇതായി റോഡ് സൈഡിൽ ഇങ്ങനെ ഒരു കട കാണാം. നമ്മൾ ചായ ഒക്കെ വക്കർക്ക് പറഞ്ഞ മാതിരി നല്ല കിടിലൻ ചായ കേട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.